അപ്പോൾ ടാക്സി എൻ്റെ ത്രൂ ഔട്ട് ഡേ ഓടാണെങ്കിലും ഈ ഒരു ബ്രേക്കുകളിൽ ചാർജ് ചെയ്യാലും ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വണ്ടി കൊണ്ട് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നത് തന്നെയാണ്. ഇന്ത്യൻ നിരത്തിൽ ഇലക്ട്രിക് കാറുകളുടെ ഒരു സജീവ സാന്നിധ്യമുണ്ട്. ഇപ്പോൾ സാധാരണ കാറുകളാണെങ്കിലും അതല്ല ലക്ഷറി സെഗ്മെൻറ്റിലുള്ള കാറുകളാണെങ്കിലും അതല്ല പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാറുകളാണെങ്കിലും ഒരുപാട് ഇലക്ട്രിക് കാറുകൾ നമുക്ക് നിരത്തിൽ കാണാം. അതിന് കാരണം എന്ന് പറയുന്നത് ചാർജിങ് സ്റ്റേഷനുകളുടെ ആ ഒരു കടന്നുവരവും അതുപോലെ ഇലക്ട്രിക് കാറുകളിലേക്കുള്ള ജനങ്ങളുടെ ആ ഒരു ആകർഷണമൊക്കെ തന്നെയാണ്. കാരണം ഇലക്ട്രിക് കാറുകൾ കുറച്ചുകൂടി എക്കണോമിക്കലായിട്ട് റൺ ചെയ്യാമെന്നുള്ളത്, അതല്ല പെർഫോമൻസ് ആണെങ്കിൽ കുറച്ചധികം പവർഫുൾ ആയിട്ടുള്ള വണ്ടികൾ കിട്ടുന്നതൊക്കെ ഈ ഒരു ഇലക്ട്രിക് കാറുകളുടെ ആ ഒരു നിരത്തിലെത്തിയ അല്ലെങ്കിൽ നിരത്തിൽ കാണുന്ന ആ ഒരു സജീവതയ്ക്ക് അല്ലെങ്കിൽ ആ ഒരു നിരത്തിൽ കാണുന്ന ആ ഒരു ജനകീയതയ്ക്ക് കാരണമാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇലക്ട്രിക് കാറുകൾ ടാക്സി സെഗ്മെൻറ്റിൽ നമ്മൾ അധികം കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ ഈ 2O പോലുള്ള വണ്ടികൾ, അതല്ലെങ്കിൽ പഴയ കാലത്ത് ഇലക്ട്രിക് കാറുകളൊക്കെ കുറച്ചൊക്കെ നമ്മൾ ടാക്സികളായിട്ട് കണ്ടിട്ടുണ്ടെങ്കിലും ഈ ഒരു കാലത്ത് അധിക ടാക്സികളായിട്ട് നമ്മൾ വണ്ടികൾ കണ്ടിട്ടില്ല. എനിക്ക് തോന്നുന്നു അതിന് കാരണമായിട്ട് തോന്നുന്നത് ഇപ്പോൾ BYD പോലുള്ള കമ്പനികൾ EV6 പോലുള്ള വണ്ടികൾ ഇറക്കി, E6 പോലുള്ള വണ്ടികൾ ഇറക്കി. ആ ഒരു E6ഉം E6 എപ്പോഴും അങ്ങോട്ട് മാറും. E6 പോലുള്ള വണ്ടികൾ ഇറക്കിയെങ്കിൽ കൂടി അതിൻ്റെ വിലയൊക്കെ ആ ഒരു ടാക്സി സെഗ്മെൻറ്റിലേക്ക് ആ വണ്ടിയെ കൂടുതൽ ആകർഷിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ടാറ്റ മോട്ടോഴ്സ് തങ്ങളുടെ ആ ഒരു സജീവമായിട്ടുള്ള പാസഞ്ചർ കാർ നിരയിൽ നിന്നും ടാക്സി സെഗ്മെൻറ്റിനെ മാറ്റി നിർത്താനായിട്ട്, ടാക്സി സെഗ്മെൻറ്റിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാനായിട്ട് ഫ്ലീറ്റിന് വേണ്ടി മാത്രം എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡ് ഇറക്കിയിട്ടുണ്ട്. ആ ഒരു ബ്രാൻഡിലെ ഇലക്ട്രിക് കാറാണ് ഈ ഒരു എക്സ്പ്രസ് ടി എന്ന് പറയുമ്പോൾ എക്സ്പ്രസ് ടിഗോർ എന്നൊക്കെ തന്നെ പറയാം. കാരണം സ്ട്രിപ്പ്ഡ് വേർഷൻ ആയിട്ടുള്ള ആ ഒരു ടിഗോറാണ് ഈ ഒരു എക്സ്പ്രസ് ടി. അപ്പോൾ വണ്ടി പറഞ്ഞാൽ പുതിയ വീട്ടിൽ കിടക്കുന്ന സാധനം നമുക്ക് ഈ വണ്ടിയെ വിശദമായി തന്നെ പരിചയപ്പെടാം. ഈ ഒരു എക്സ്പ്രസ് ടി എന്ന് പറയുന്നത് ടിഗോർ തന്നെയാണ്. ടിഗോർ തന്നെ എന്ന് പറയുമ്പോൾ ടിഗോറിൻ്റെ ഒരു ബേസ് വേരിയൻ്റ് എന്നൊക്കെ പറയാം. തീർത്തും ബേസ് വേരിയൻ്റാണ്. ഫോഗ് ലാമ്പില്ല, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ വൈറ്റാണ് ഈ വണ്ടി. വൈറ്റ് എന്ന് പറയുമ്പോൾ ഗ്രീൻ പ്ലേറ്റും ആ ഒരു ബ്ലൂ ലൈനിങ്ങും ഇത് EV ആണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി തരും, അല്ലെങ്കിൽ കാണുന്ന ആളുകൾക്ക് മനസ്സിലാക്കി തരും എന്നുള്ളതാണ്. സാധാരണ ഹലോജൻ ലൈറ്റും കൂടാതെ ആ ഒരു EVയുടെ ലോഗോ ഉണ്ട്. ആ ഒരു ട്രൈയാരോടെ സപ്പോർട്ടോടുകൂടി ആ ഒരു ഫ്രണ്ട് ഫേസ് കാണാം. ഫേസ് ഞാൻ പറഞ്ഞു ഗ്രില്ലെന്ന് പറയില്ല, കാരണം ഗ്രില്ലല്ല, അതിനകത്ത് ഒരു ഇലക്ട്രിക് മോട്ടറല്ലേ. ഇനി താഴെ ഏഡാമുണ്ട്. ഏഡാമിനകത്തൂടെ കാണുന്നത് ആ ഒരു AC കണ്ടൻസറാണ്. കൂടുതൽ വിവരങ്ങളിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഈ വീഡിയോയ്ക്ക് ഒരു സ്പോൺസർ ഉണ്ട്. ആ ഒരു സ്പോൺസറുടെ മെസ്സേജ് കണ്ടിട്ട് വരാം. ഇപ്പോൾ നിരത്തിലുള്ള പുതിയ കാറുകൾ അവയുടെ ഒരു സവിശേഷതകളും ടെക്നോളജികളും കൊണ്ടൊക്കെ സമ്പന്നമാണല്ലോ. ഈ വക വാഹനങ്ങളൊക്കെ തന്നെയും ഒരു നല്ല എഞ്ചിൻ ഓയിലിനെ ആശ്രയിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ അവയുടെ സുഗമമായ പ്രവർത്തനത്തിന് ഒരു എഞ്ചിൻ ഓയിലിൻ്റെ ആവശ്യമുണ്ട്, നല്ല എഞ്ചിൻ ഓയിലിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓയിൽ മാനുഫാക്ചറാണ് HPCL. അവരുടെ ഫുള്ളി സിന്തറ്റിക് എഞ്ചിൻ ഓയിലാണ് നിയോസിന്ത് 5W30. പെട്രോൾ, ഡീസൽ, ഗ്യാസ്, ബയോഡീസൽ എന്നീ എഞ്ചിനുകളുള്ള മോഡേൺ കാറുകൾക്ക് ഉത്തമമായ ഒരു എഞ്ചിൻ ഓയിലാണിത്. അപ്പോൾ ഈ ഒരു നിയോ സിന്ത് എന്ന് പറയുന്ന ഈ ഒരു എഞ്ചിൻ ഓയിൽ എഞ്ചിൻ്റെ ആ ഒരു ഫ്രിക്ഷനും ഹീറ്റും കുറച്ച് എഞ്ചിന് കൂടുതൽ ലൈഫും കൂടുതൽ ഇന്ധനക്ഷമതയൊക്കെ നൽകാൻ പര്യാപ്തമാണ്. കൂടാതെ കാർബൺ ഡെപ്പോസിറ്റും കുറയ്ക്കുമെന്നുള്ളതാണ്. മെക്കാനിക്കുകളുടെയും വാഹന ഉടമകളുടെയും പ്രിയപ്പെട്ട ഓയിലായിട്ടുള്ള ഈ ഒരു നിയോ സിന്ത് 10,000 കിലോമീറ്റർ വരെ സ്മൂത്തായ ഒരു പെർഫോമൻസ് ആണ് നൽകുന്നത്. നിയോ സിന്ത് 5W30 ബെസ്റ്റ് API ഗ്രൂപ്പ് 3 സ്റ്റോക്സ് ബേസ് ചെയ്തിട്ട് API SN അതുപോലെ ACAA A5/B5 ക്രൈറ്റീരിയ മീറ്റ് ചെയ്ത് കട്ടിംഗ് എഡ്ജ് ടെക്നോളജി നിർമ്മിച്ചതാണ്. HPCL ഒരു ഗവൺമെൻറ് ബ്രാൻഡാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രൈസും അല്ലെങ്കിൽ ക്വാളിറ്റിയും ഒക്കെ മറ്റ് ബ്രാൻഡുകളെക്കാൾ മികച്ചതാണ്. അപ്പോൾ ആസ് എ ന്യൂ കാർ ഓണർ നിങ്ങളും ഈ ഒരു നിയോ സിന്ത് 5W30 എന്നുള്ള ഈ ഒരു ഫുള്ളി സിന്തറ്റിക് ഓയിൽ ഉപയോഗിച്ച് നോക്കൂ. ആ ഒരു വ്യത്യാസം അനുഭവിച്ചറിയും. ഇതൊരു സ്റ്റീൽ വീലിൻ്റെ മോഡലാണ്. വീലിൻ്റെ സൈസും കുറവാണ്. ആ ഒരു സൈസ് എന്ന് പറയുന്നത് 14 ഇഞ്ചാണ്. അപ്പോൾ 145, 65, 614 ഇഞ്ചുള്ള ആ ഒരു സൈസുള്ള വീലാണത്. കൂടാതെ ഇതിൻ്റെ ഡോർ ഹാൻഡിലും അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ബേസിക് ആണെന്നുള്ളതാണ്. മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്നത് അകത്തുനിന്നാണ്, അതായത് ആ ഒരു ലിവർ പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്ന ടൈപ്പാണ്. കൂടാതെ ഈ ഒരു പിന്നിൽ ഡിഫോഗറോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷേ ടിഗോർ കാണുന്ന ആ ഒരു ലൈറ്റൊക്കെ തന്നെ അങ്ങനെ തന്നെ കാണാം. LED ലൈറ്റാണത്. കൂടാതെ ബാക്കിൽ എക്സ്പ്രസ് ടി എന്നുള്ള ബാഡ്ജാണ്. തീർത്തും ഒരു വ്യത്യാസമായിട്ട് നമുക്ക് പറയാൻ പറ്റുക. കൂടാതെ AV ബാഡ്ജ് ബാക്കിലും കാണാം. പാർക്കിംഗ് സെൻസറുകളുണ്ട്, റിവേഴ്സ് ക്യാമറ ഇല്ല. കൂടാതെ ഇവിടെ ഒരു ബട്ടൺ കാണാം. ഈ ബട്ടൺ എന്ന് പറയുന്നത് തീർത്തും ഒരു ഡമ്മിയാണ്. ഞാൻ വിചാരിച്ചത് പാർക്കിംഗ് സെൻസറിൻ്റെ ഭാഗമാണെന്നുള്ളത്, പക്ഷേ ക്യാമറയ്ക്കുള്ള ആ ഒരു പ്രൊവിഷനാണത്. ഒരു ബെയർ ബേസിക് കീ ആണ് ഈ ഒരു എക്സ്പ്രസ് ടീക്കുള്ളത്. ഞാൻ ഈ ഒരു ബൂട്ട് തുറക്കാമെന്ന് പറയുമ്പോൾ ഈ ഒരു ബൂട്ട് തുറക്കുന്നത് ഈ ഒരു കീ ഇട്ട് തന്നെയാണ്. ബൂട്ട് തുറന്നു കഴിയുമ്പോൾ അതിനകത്ത് സ്പെയർ വീലുണ്ട്. അപ്പോൾ എയർപോർട്ട് റണ്ണിനും കാര്യങ്ങളൊക്കെ സ്പേസ് ഇത്തിരി കുറവാണെന്ന് തോന്നി. ഇപ്പോൾ ഈ ഒരു ടയർ ഊരി വീട്ടിൽ വെച്ചിട്ട് ഒരു പഞ്ചർ കിറ്റ് വാങ്ങി വെക്കുന്നത് ഉചിതമായിരിക്കും. കൂടാതെ ജാക്കും കാര്യങ്ങളൊക്കെ തന്നെ കാണാം. കാരണം ഈ ബൂട്ടിനടിയിലാണ് ബാറ്ററി എന്നുള്ളത്. ബൂട്ട് സ്പേസ് ഹീറ്റ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് എക്സ്പ്രസ് ടിയുടെ ആ ഒരു കാര്യം. പിന്നിലെ കാര്യം, ഹൈഡ്രോളിക് സ്റ്റഡുകൾ നിൽക്കുന്ന ബൂട്ട് തുറക്കാനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. അടയ്ക്കുമ്പോൾ ഒരു ഇത്തിരി ഫോഴ്സ് എടുത്ത് അടയ്ക്കുമാവാം. എക്സ്ഷോറൂം പ്രൈസിനേക്കാൾ കുറവാണ് ഈ ഒരു വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് എന്നുള്ളതാണ്. ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 14,98,000 രൂപയാണ് ഈ ഒരു പർട്ടിക്കുലർ മോഡലിൻ്റെ. അപ്പോൾ ഇൻഷുറൻസും ടാക്സും എല്ലാം കഴിഞ്ഞിട്ട് ഏകദേശം ആ ഒരു
ഫെയിം സബ്സിഡി, ഫെയിം 2 സബ്സിഡി എന്ന് പറയുന്ന ആ ഒരു സബ്സിഡി വെച്ചിട്ട് ആ ഒരു സബ്സിഡി കൂടി കഴിഞ്ഞിട്ട് ഓൺ റോഡ് പ്രൈസ് എന്ന് പറയുന്നത് 13,84,960 രൂപയാണ്. അതായത് 2,60,000 രൂപയോളം സബ്സിഡി ഉണ്ട് എന്നുള്ളതാണ് ഫെയിം സബ്സിഡി. അതുകൊണ്ട് തന്നെ എക്സ്-ഷോറൂം പ്രൈസിനേക്കാൾ കുറവ് പ്രൈസ് ഓൺ റോഡുള്ള ഒരു വണ്ടി കൂടിയാണ് ഈ ഒരു എക്സ്പ്രസ് ടി എന്ന് പറയുന്നത്. 55 കിലോവാട്ടാണ് ഈ ഒരു മോട്ടറിൻ്റെ ശക്തി എന്ന് പറയുന്നത്. അതായത് 74.7 PS നമുക്ക് 75 PS എന്നൊരു റൗണ്ടായിട്ട് പറയാം. കൂടാതെ 170 Nm ആ ഒരു ടോർക്കുണ്ട്, സ്പോർട്ട് മോഡ് അടക്കം എല്ലാം ഉണ്ട്. ഇനി അത് മാത്രമല്ല IP67 പോലുള്ള കാര്യങ്ങളൊക്കെ ടാറ്റ മോട്ടോഴ്സ് പറഞ്ഞിട്ടുണ്ട്. 26 kWh ഹൈ എനർജി ലിഥിയം അയൺ ബാറ്ററി കൂടി ഈ ഒരു വണ്ടിക്ക് ഉണ്ടെന്നുള്ളതാണ്. അതായത് 8 മണിക്കൂറോളം എടുക്കും ഫുള്ളായിട്ട് ചാർജ് ചെയ്യാൻ സാധാ സോക്കറ്റിൽ. പക്ഷേ ഏകദേശം 65 മിനിറ്റ് കൊണ്ട് ഇത് ഒരു 80% ചാർജ് ആവും ഫാസ്റ്റ് ചാർജർ ഉപയോഗിച്ചാൽ. കൂടാതെ 3 വർഷമാണ് ഈ ഒരു വണ്ടിയുടെ വാറണ്ടി എന്ന് പറയുന്നത്. അതായത് 3 വർഷമോ അല്ലെങ്കിൽ 1,25,000 കിലോമീറ്ററുമാണ് ഈ ഒരു ബാറ്ററിയുടെയും അല്ലെങ്കിൽ ആ ഒരു മോട്ടറിൻ്റെയും വാറണ്ടി. വെഹിക്കിൾ വാറണ്ടി അത് തന്നെയാണ് സർപ്രൈസിംഗ്ലി. അകത്ത് കയറാമെന്ന് പറയുമ്പോൾ ശരിക്കും കീട്ട് തുറന്ന് അകത്ത് കയറണം. കാരണം ഇതിന് സെൻട്രൽ ലോക്ക് ഉണ്ട്, അതായത് ഫുൾ ലോക്കാവും, പക്ഷേ റിമോട്ടൊന്നുമില്ല. ഇനി അകത്ത് കയറുമ്പോൾ കാര്യമായിട്ട് നമുക്ക് ഒരു അപരിചിതത്വം തോന്നില്ല. സാധാരണ ആ ഒരു ടിയാഗോ പോലെ തന്നെയാണത്. ഞാൻ കീ ഓൺ ആക്കിയിട്ട് ആ ഒരു AC ഇടാം, കാരണം ഒരിത്തിരി ചൂടുണ്ട് ഈ ഒരു ക്യാമറ. അപ്പോൾ ഈ ഒരു വണ്ടിക്ക് ബെയർ ബേസിക് ആണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ആ ഒരു മിറർ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ ഒരു ലിവർ കണ്ടു. കൂടാതെ AC വെൻറ്റുകൾ കണ്ടു, സ്റ്റീരിയോ കണ്ടു. ഹർമാൻ്റെ സ്റ്റീരിയോ തന്നെയാണ്, ബ്ലൂടൂത്തും കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. കൂടാതെ ഈ ഒരു വണ്ടിക്ക് ആ ഒരു ഓട്ടോമാറ്റിക് ക്ലൈമട്രോണിക് AC ഉണ്ടെന്നൊരു കാര്യമാണ്. ഓട്ടോ AC ഉണ്ട്. ടിൽറ്റ് ചെയ്യാവുന്ന സ്റ്റിയറിങ്ങിന് ആ ഒരു സ്റ്റിയറിംഗ് കൺട്രോൾസ് ഇല്ല, ഹോൺ പാഡ് മാത്രമേ കാണൂ. മീറ്റർ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ടിയാഗോയിലും ടിഗോറിലും കണ്ടുള്ള മീറ്റർ തന്നെയാണ്. ഇടത് വശത്തായിട്ട് ആ ഒരു പവർ മീറ്ററും വലത് വശത്തോട്ട് ആ ഒരു ഫ്യൂൽ എന്ന് പറയുന്നത് ചാർജിങ്ങുമാണ്. കൂടാതെ റീജൻ മീറ്റർ കാണാം. നമുക്ക് റീജൻ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ മീറ്റർ കാണാം. കൂടാതെ മോഡ് നമുക്ക് മാറ്റിയിട്ട് ആ ഒരു ഓഡോ അല്ലെങ്കിൽ A to B ട്രിപ്പ് മീറ്ററും കാര്യങ്ങളൊക്കെ തന്നെ കാണാവുന്നതാണ്. ഔട്ട്സൈഡ് ടെമ്പറേച്ചർ കൂടി ഒരു മീറ്ററിനകത്തുണ്ട്. ഇതാണ് ആ ഒരു ഷിഫ്റ്ററിന് സ്പോർട്ട് മോഡ് കൂടി കാണാം. കൂടാതെ ഒരു ചെറിയ കബ്ബി ഹോൾ കൂടിയുണ്ട്. ഫാബ്രിക് സീറ്റുകളാണ്, അത്യാവശ്യം നല്ല സീറ്റുകളാണ്, ഇരിക്കാൻ അത്യാവശ്യം നല്ല സുഖമുള്ള സീറ്റുകളാണെന്ന് തന്നെ പറയാം. ഒരു ടോൾ ടിക്കറ്റ് ഹോൾഡറോടെ കാണാം. കൂടാതെ ഈ ഒരു മിററിന് യാതൊന്നുമില്ല എന്നുള്ളതാണ്. യാതൊന്നുമില്ലെന്ന് പറയുമ്പോൾ മനസ്സിലാക്കണമല്ലോ അല്ലേ. ഇനി ഈ ഒരു സൺവൈസറിൽ ഒരു മിറർ കൂടി ഇല്ല എന്നുള്ളത് ഒരു കാര്യമായിട്ട് പറയാം. പിന്നെ ഈ ഒരു ഗ്രാബ് ഹാൻഡിൽ സ്പ്രിംഗ് ലോഡ് തന്നെയാണ്. ടാക്സി സെഗ്മെൻറ്റിനെ ഉദ്ദേശിച്ചതുകൊണ്ട് തന്നെ പ്രാക്ടിക്കാലിറ്റി കൂടി പറയണം. അതായത് കബ്ബി ഹോൾ ഉണ്ട്, കൂടാതെ ഹൈറ്റ് അഡ്ജസ്റ്റ് സീറ്റാണ്. ഇനി ഈ ഒരു കപ്പ് ഹോൾഡറൊക്കെ നല്ലതാണ്. കൂടാതെ പിന്നിൽ അത്യാവശ്യം നല്ല സ്ഥലമുണ്ടെന്ന് കാണാം. അതായത് ഇരിക്കാനായിട്ട് ഇഷ്ടംപോലെ സ്ഥലമുള്ളൊരു പിൻ സീറ്റ് എന്നൊക്കെ തന്നെ പറയാം. 4 പേർക്ക് സുഖമായിട്ടും 5 പേർക്ക് കഷ്ടിച്ചിരിക്കാം. അപ്പോൾ ഞാൻ ഇരുന്ന് കാണിക്കാം കേട്ടോ. ഒരു ടാക്സി എന്ന നിലയ്ക്ക് അത്യാവശ്യം യാത്ര ചെയ്യാൻ പറ്റിയൊരു വണ്ടി തന്നെ ഈ ഒരു ടിഗോറിനെ പറയാം. നല്ല ഫാബ്രിക് സീറ്റുകളുണ്ട്, അത്യാവശ്യം നല്ല കംഫർട്ടബിൾ ആണെന്നുള്ളതാണ്. ഇപ്പോൾ മിഡിലിൽ ആ ഒരു ആംറസ്റ്റൊന്നുമില്ല, പക്ഷേ സാധാരണ ഒരു ടാക്സി സെഗ്മെൻറ്റിൽ കാണുന്ന വണ്ടികളിൽ അത്യാവശ്യം റിച്ച് ആയിട്ട് വണ്ടി തന്നെയാണ് ഈ ഒരു ടിഗോർ എന്നുള്ളതാണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ആ ഒരു കാണുന്ന കാഴ്ച അല്ലെങ്കിൽ രൂപം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വണ്ടിയുടെ ഒരു USP അല്ലെങ്കിൽ യൂണിക് സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഈ ഒരു റേഞ്ചാണ്. അതായത് 306 കിലോമീറ്ററാണ് ARA സർട്ടിഫൈ ചെയ്ത ഈ വണ്ടിയുടെ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ്-ഷോറൂം പ്രൈസിനേക്കാൾ കൂടുതലല്ല ഓൺ റോഡ് പ്രൈസ് എന്നുള്ളതും അത്യാവശ്യം റേഞ്ച് ഉണ്ടെന്നുള്ളതും ഈ ഒരു വണ്ടിയുടെ കാര്യമാണ്. അപ്പോൾ ടാക്സി സെഗ്മെൻറ്റിൽ തീർത്തും ഒരു അനിവാര്യമായ വണ്ടിയെന്നോ ആവശ്യമുള്ള വണ്ടിയെന്ന നിലയ്ക്ക് ടിഗോർ എക്സ്പ്രസ് ടിയെ കാണാം. അതായത് ടാക്സിക്കാർ കൂടി ഒരു ഇലക്ട്രിക്കിൻ്റെ ബെനിഫിറ്റുകൾ എൻജോയ് ചെയ്യട്ടെ, അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി നമുക്ക് വണ്ടി റോഡിലേക്ക് എടുത്തിട്ട് ഓടിച്ചു നോക്കാം. ടാറ്റയുടെ എക്സ്പ്രസ് ടി ഓടിക്കണം. എക്സ്പ്രസ് ടി എന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു ടിഗോറിൻ്റെ ബേസ് വേരിയൻ്റ് കണ്ടാൽ മതി. അതായത് ടിഗോറിൻ്റെ എക്സ്പ്രസ് ബ്രാൻഡിലുള്ള ഒരു കസിൻ, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ടിഗോറും ഈ ഒരു എക്സ്പ്രസ് ടിയും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത്, ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്-ഷോറൂം പ്രൈസിനേക്കാൾ വിലക്കുറവാണ് ഓൺ റോഡ് പ്രൈസ് എന്നുള്ളതാണ്. താങ്ക്സ് ടു ഗവൺമെൻറ് ആൻഡ് സബ്സിഡി. അതുകൊണ്ടാണത് ഏകദേശം 2.5 ലക്ഷം രൂപയോളം സബ്സിഡി, ഫെയിം സബ്സിഡിയാണ്, അത് കിട്ടും. അതുകൊണ്ടാണ് ആ വിലക്കുറവ് കിട്ടാം. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ ടാക്സി സെഗ്മെൻറ്റിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമെന്ന് പറയുന്നത് ജ്യൂസാണ്. ജ്യൂസ് എന്ന് പറയുമ്പോൾ 306 കിലോമീറ്ററോളം റേഞ്ച് ഉള്ളത് ഒരു ഗുണമായിട്ട് തന്നെ കാണാം. അതായത് 306 കിലോമീറ്റർ റേഞ്ച് എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു വണ്ടിക്ക് എനിക്ക് കുറച്ചുകൂടി കൂടുതൽ റേഞ്ച് കിട്ടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ സ്പോർട്ട് മോഡ് ഉണ്ട്. സ്പോർട്ട് മോഡിൽ നമുക്ക് കാല് കൊടുത്താൽ ആ ഒരു ബാറ്ററിയുടെ ഫുൾ പാക്ക് എടുക്കുമെന്നും ആ ഒരു റെഡ് ഇൻഡിക്കേഷൻ കത്തുമെന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ അതിൻ്റെ ആവശ്യമില്ല ഈ വണ്ടിക്ക് എന്നുള്ളതാണ്. അതായത് ഡ്രൈവ് മോഡിൽ ഓടിക്കാനേ പറ്റുള്ളൂ. കാരണം 80 കിലോമീറ്റർ സ്പീഡ് ലിമിറ്റ് ഉണ്ട്. ഫ്ലീറ്റ് ആണല്ലോ, ഫ്ലീറ്റിന് വേണ്ടിയിട്ടുള്ള വണ്ടിയാണല്ലോ. അപ്പോൾ ആ ഒരു 80 കിലോമീറ്റർ സ്പീഡ് ലിമിറ്റിലുണ്ട്. നമ്മൾ എത്ര കാല് കൊടുത്ത് ഓടിച്ചാലും ആ ഒരു 80 കിലോമീറ്റർ സ്പീഡിൽ പോകില്ലാന്നുള്ളതുകൊണ്ട് ഒരു ഇത്തിരി ക്വിക്ക് ആക്സലേഷനൊക്കെ വേണ്ടി ഇടയ്ക്കൊക്കെ സിഗ്നലൊക്കെ എടുത്ത് പോകുമ്പോൾ ഒത്തിരി ഫണ്ണ്, ആർക്കും ഫണ്ണ് വേണം. അപ്പോൾ ഫണ്ണിന് വേണ്ടിയൊക്കെ ഉപയോഗിക്കാമെന്നല്ലാണ്ട് മോസ്റ്റ് ഓഫ് ദ ടൈം നമുക്ക് ഡി ഡ്രൈവ് ആണ് അല്ലെങ്കിൽ ഡി മോഡാണ് ഏറ്റവും കൂടുതൽ ഉചിതമെന്ന് തോന്നുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു AC എന്ന് പറയുന്ന ഈ ഒരു വാട്ട് അവർ പെർ കിലോമീറ്റർ എന്നുള്ളത് ഏറ്റവും കുറച്ചെന്ന് പറയുമ്പോൾ ഏറ്റവും കുറഞ്ഞ നിലയിൽ ഓടിക്കാൻ പറ്റിയ വണ്ടി കൂടിയാണ് ഈ ഒരു എക്സ്പ്രസ് ടി. അപ്പോൾ ഞാൻ ആ ഇക്കോ മോഡല ലൈറ്റ് സിംഗിൾ ഡിജിറ്റ് അല്ലെങ്കിൽ 2 ഡിജിറ്റ് ഒക്കെ മാക്സിമം അതിൻ്റെ മുകളിൽ ഞാൻ ഓടിക്കുന്നില്ല. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ എഫിഷ്യൻസിക്ക് വേണ്ടിയിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ 2 വേരിയൻ്റാണ് ഈ ഒരു വണ്ടിക്കുള്ളത്. അപ്പോൾ കൂടിയ വേരിയൻ്റാണ് 26 കിലോ വാട്ട്
ടവർ ബാറ്ററി ഉള്ള 55 കിലോ വാട്ട് 170 NM ടോർക്കുള്ള വണ്ടി. 55 കിലോ വാട്ട് എന്ന് പറയുമ്പോൾ ഏകദേശം 75 bhp വേണം. അപ്പോൾ അത്യാവശ്യം പവർ ടോർക്ക് ഫിഗറുകളും അത്യാവശ്യം റേഞ്ചുമുള്ള ഒരു വണ്ടി എന്ന നിലയ്ക്ക് ആ ഒരു വിലക്കുറവിൻ്റെ ഒരു സ്വാധീനമുള്ള കാര്യമെന്ന നിലയ്ക്ക് എനിക്ക് തോന്നുന്നു ടാക്സി സെഗ്മെൻറ്റിൽ തീർത്തും റിലവൻ്റ് ആയിട്ടൊരു വണ്ടി എന്നൊക്കെ ഈ എക്സ്പ്രസ് ടിയെ പറയാം. ഇപ്പോൾ നമ്മൾ നാട്ടിൻപുറത്തൊക്കെ ഇലക്ട്രിക് ഓട്ടോറിക്ഷകൾ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അതായത് കയറ്റം കയറുമ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇലക്ട്രിക് ഉണ്ടായിരുന്ന ഒരു കാലത്ത് നിന്ന് ലിഥിയം അയൺ ബാറ്ററി അത്യാവശ്യം പവർഫുൾ ആയിട്ട് മോട്ടറും വന്നപ്പോൾ അതൊക്കെ മാറി അത്യാവശ്യം പെട്രോളിനേക്കാൾ കൂടുതൽ പവർ അല്ലെങ്കിൽ ഡീസലിനേക്കാൾ കൂടുതൽ പവറുള്ള വണ്ടി എന്ന നിലയ്ക്കൊക്കെ ഓട്ടോറിക്ഷകളെ ആളുകൾ കാണുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ഈ പറയുന്നത് സാധാരണ 3 വീലറിൻ്റെ കാര്യമാണ്. അപ്പോൾ കാറുകളിലും നമുക്കത് കാണാവുന്നതാണ്. ഇപ്പോൾ ഫ്ലീറ്റ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ടാക്സി എന്ന് പറയുമ്പോൾ ഇപ്പോൾ യൂബർ ടാക്സി പോലുള്ള അല്ലെങ്കിൽ അതുപോലുള്ള ഓൺലൈൻ ടാക്സികൾക്ക് വേണ്ടി ഓടുന്ന വണ്ടികളാണെങ്കിൽ ലോക്കൽ ഓട്ടങ്ങൾക്ക് ബെസ്റ്റ് ആയിട്ടുള്ള വണ്ടി എന്നൊക്കെയാണ് ഈ ഒരു എക്സ്പ്രസ് ടിയെ പറയാനുള്ളത്. ഇപ്പോൾ ലോങ് പോകുമ്പോൾ നിങ്ങൾ ലോങ് പോകുന്ന ആൾ എയർപോർട്ട് റൺ കൂടുതലുള്ള ആളാണെങ്കിൽ എനിക്ക് തോന്നുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഞാൻ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ആദ്യമേ ആ ഒരു ബൂട്ടിലിരിക്കണ വീലെടുത്ത് ദൂരെ കളയാം. അത് വേണ്ട, പകരം ടാറ്റയിൽ തന്നെ കിട്ടും ആ ഒരു പഞ്ചർ കിറ്റ് കിട്ടും. ആ ഒരു പഞ്ചർ കിറ്റ് വാങ്ങി കീപ്പ് ചെയ്തേക്കാം. പഞ്ചർ കിറ്റ് വാങ്ങി കീപ്പ് ചെയ്യുമ്പോൾ നമുക്ക് പഞ്ചറായി കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് പഞ്ചർ അടയ്ക്കാം, അല്ലെങ്കിൽ അടുത്ത പഞ്ചർ കട കൊണ്ട് നേരാക്കാനുള്ളതല്ലാണ്ട് ആ ഒരു ബൂട്ട് സ്പേസ് നമുക്ക് കിട്ടുമെന്നുള്ള ഗുണമാണ്. അപ്പോൾ ഞാൻ ഒരു റെക്കമെൻഡേഷൻ പോലെ പറയുന്നത് വിത്തൗട്ട് സ്പെയർ വീൽ ആ ബൂട്ട് ഈസ് ഇനഫ്. അതല്ലെങ്കിൽ ആ ബൂട്ടിൽ എയർപോർട്ടിൽ ബാഗുകൾ വയ്ക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ അതൊരു ടാക്സി വണ്ടിയാണ് അല്ലെങ്കിൽ ഇതൊരു ഫ്ലീറ്റിന് വേണ്ടി വാങ്ങുന്ന വണ്ടിയാണെന്നുള്ളതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. AC എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക് AC ഉണ്ട്, കൂടാതെ പവർ വിൻഡോസ് 4 ഡോർസ് ഉണ്ട്, ആ ഒരു സിസ്റ്റം ഉണ്ട് എന്ന് പറയുമ്പോൾ റിയർ പാർക്കിംഗ് സെൻസർ അടക്കമുള്ള സിസ്റ്റം ഉണ്ട്. അങ്ങനെ എല്ലാം കൂടി ചേർന്നിട്ട് എല്ലാവിധ സവിശേഷതകളുള്ളൊരു വണ്ടി എന്ന നിലയ്ക്കാണ് ഞാൻ ഈ വണ്ടി കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ എക്സ്പ്രസ് ടി നല്ല വണ്ടിയാണെന്നുള്ളത്. ഇപ്പോൾ തന്നെ 85% എനിക്ക് ഇനി 180 കിലോമീറ്റർ റേഞ്ച് കാണിക്കുന്നുണ്ട്. അത്യാവശ്യം ഓടി കാശുണ്ടാക്കാൻ പറ്റിയ വണ്ടി എന്നുള്ളതാണ്. ഇപ്പോൾ ടാക്സി വണ്ടിയാണ്, ഫ്ലീറ്റ് വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് ബയേഴ്സിൻ്റെ വണ്ടികളായിട്ടുള്ള 8 വർഷത്തെ അല്ല ഇതിൻ്റെ ഒരു ബാറ്ററിയുടെ ആ ഒരു വാറണ്ടി, അത് 3 വർഷത്തെ വാറണ്ടിയാണ്. കൂടാതെ ഏകദേശം 1,70,000 കിലോമീറ്റർ, അതൊക്കെ വേഗം എത്തും. 3 വർഷം കൊണ്ട് നിങ്ങൾക്ക് ആ 1,70,000 കിലോമീറ്റർ ഓടിക്കാൻ പറ്റുന്നത് തന്നെയാണ്. അപ്പോഴാണല്ലോ ടാക്സി സർവീസ് ലാഭമാകുന്നത്. ആ ഒരു ലാഭം നോക്കി മേടിക്കാൻ പറ്റിയ വണ്ടിയാണല്ലോ ഈ ഒരു എക്സ്പ്രസ് ടി പോലുള്ള വണ്ടികൾ. അപ്പോൾ പാസഞ്ചർ കാർ ഡിവിഷനിൽ നിന്ന് ഫ്ലീറ്റ് കാറുകൾക്ക് വേണ്ടി സെപ്പറേറ്റ് ഒരു ബ്രാൻഡ് ഉണ്ടാക്കിയെന്ന് മാത്രമല്ല, ആ ബ്രാൻഡിൽ ഈ ടിഗോറിൻ്റെ സ്ട്രിപ്ഡ് വേർഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ടിഗോറിൻ്റെ ബേസ് വരുന്നൊക്കെ പറയാവുന്ന എക്സ്പ്രസ് ടി കൊണ്ടുവന്നുള്ളതും ഈ ഒരു എക്സ്പ്രസ് ടി ഓടിച്ച് ഇലക്ട്രിക്കിലേക്ക് കാല് വയ്ക്കാൻ ടാക്സിക്കാർക്ക് അവസരമുണ്ടെന്നുള്ളതും ഇതൊക്കെയാണ് ഇതിൻ്റെ ഗുണമായിട്ട് ഞാൻ കാണുന്നത്. പിന്നെ നല്ല സീറ്റാണ്, നല്ല റൈഡ് ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ടയറിൻ്റെ സൈസ് ഞാൻ പറഞ്ഞു കുറച്ച് കുറഞ്ഞ സൈസാണ്, പക്ഷേ കൂടിയ ഒരു ടയർ വോളിലുണ്ട്. അത്യാവശ്യം നല്ല കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട്. ചാട്ടമൊന്നും കറക്റ്റ് അറിയുന്നില്ല. ബാക്ക് സീറ്റ് അത്യാവശ്യം കൊള്ളാം. ആകെ എനിക്ക് തോന്നിയൊരു പോരായ്മ ഞാൻ പറഞ്ഞ കാര്യം തന്നെയാണ് ബൂട്ട്. ഞാൻ ആ ഒരു പോരായ്മകളുടെ പരിഹാരം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ ടാക്സി വണ്ടി നോക്കുന്ന ആളാണ്, നിങ്ങൾക്ക് ഓട്ടം കൂടുതലുണ്ട്, നിങ്ങൾ ഡെയിലി വണ്ടി ഓടിക്കുന്ന ആളാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ വണ്ടി അത്യാവശ്യം നല്ലൊരു ചോയ്സാണ്. 306 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 250 കിലോമീറ്റർ അച്ചീവബിൾ ആണ് വണ്ടിക്കകത്ത്. 250 പുറത്ത് കിട്ടും. കാരണം ഞാൻ പറഞ്ഞില്ലേ ആ ഒരു വാട്ട് അവർ നോക്കി ഓടിച്ചാൽ മതി. ഞാനിപ്പോൾ ഓടിക്കുന്ന ഏകദേശം 120 വാട്ട് അവർ പെർ കിലോമീറ്റർ ആണ്. എനിക്ക് തോന്നുന്നത് 100 താഴേക്ക് ഓടിക്കാൻ വേണ്ടിയാണ്. 100 താഴേക്ക് ഓടിച്ചായിരുന്നു. അപ്പോൾ ഞാൻ ഇടയ്ക്കൊന്ന് കാലോടുത്ത് നോക്കിയതാണ്. അപ്പോൾ ഇതിനൊരു ലിമിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ സ്പോർട്ട് മോഡായിട്ടൊന്ന് കാലോടക്കാം. അപ്പോൾ സ്പോർട്ട് മോഡാക്കുമ്പോഴും ഡ്രൈവ് മോഡാക്കുമ്പോഴും അല്ലെങ്കിൽ മോഡ് മാറ്റുമ്പോഴൊന്നും വിളിച്ച് പറയുന്നൊന്നുമില്ല കേട്ടോ ഈ വണ്ടി മറ്റുള്ള നെക്സോൺ EV അല്ലെങ്കിൽ മറ്റുള്ള വണ്ടികളെയും പോലെ. അപ്പോൾ ഒന്ന് കാലോടക്കാം. കാല് കൊടുക്കുന്നതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അതായത് 80 കിലോമീറ്റർ സ്പീഡ് ലിമിറ്റ് എത്തിയാൽ പിന്നെ വണ്ടി എങ്ങോട്ടും പോവില്ല. അതായത് കാല് കൊടുത്ത് നമുക്കൊന്ന് ഓവർടേക്ക് ചെയ്യാം. അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഈ സ്പോർട്ട് മോഡിൻ്റെ യൂസ് ഉള്ളൂ എന്നുള്ളതാണ്. പിന്നെ എനിക്ക് തോന്നുന്നു അത്ര വലിയ ഒരു കാര്യമായിട്ട് ആരും ഒരു ഫ്ലീറ്റ് സെഗ്മെൻറ്റിൽ സ്പോർട്ട് മോഡൊന്നും കാണില്ല. കാരണം ഏറ്റവും കൂടുതൽ ജ്യൂസ് കിട്ടുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ജ്യൂസ് കിട്ടുക എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ആ ഒരു ബാറ്ററിയിൽ നിന്ന് കിട്ടാവുന്ന എനർജി അബ്സോർബ് ചെയ്ത് എടുക്കുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ എടുത്തിട്ട് ഓടിക്കുക എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ആ ഒരു കാര്യത്തിൽ ഈ വണ്ടിക്ക് അത്യാവശ്യം നല്ല റിലവൻസ് ഉണ്ട് എന്നുള്ളതാണ്. ഓടിക്കാൻ രസമുണ്ട്, ഓടിക്കാൻ സുഖമുണ്ട്. ഓട്ടോമാറ്റിക്കാണ്. ഓട്ടോമാറ്റിക് ആകുമ്പോൾ ഇലക്ട്രിക് ഓട്ടോമാറ്റിക്കാണ്. ഒബ്വിയസ്ലി ഇപ്പോൾ ഗിയർ മാറുന്ന പ്രശ്നങ്ങളില്ല. ഇലക്ട്രിക് ആണ്. അതുകൊണ്ട് തന്നെ ചാർജ് ചെയ്തിട്ട് ഓടുമ്പോൾ എനിക്ക് തോന്നുന്നു കിലോമീറ്ററിൻ്റെ കാശ് വെച്ച് നോക്കിയാലും നിങ്ങൾക്ക് എന്തായാലും ആ ഒരു ലാഭം ഉണ്ടാകുമെന്നുള്ളതാണ്. ഇടയ്ക്കൊന്ന് നിർത്തി ചാർജ് ചെയ്യണം എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 80% വരെ ചാർജ് ആവാനായിട്ട് ഏകദേശം 65 മിനിറ്റാണ് പറയുന്നത്. അതൊരു പ്രശ്നമേ അല്ല. കാരണം 65 മിനിറ്റ് ഇപ്പോൾ നിങ്ങൾ ഊണ് കഴിക്കാൻ നിർത്തുന്ന സമയം അല്ലെങ്കിൽ ചായ കുടിക്കാൻ നിർത്തുന്ന സമയത്ത് നിങ്ങൾക്ക് അത് ഫില്ല് ചെയ്യാം. അപ്പോൾ ടാക്സി ഓടുക എൻ്റെ ത്രൂ ഔട്ട് ഡേ ഓടുകയാണെങ്കിലും ഈ ഒരു ബ്രേക്കുകളിൽ ചാർജ് ചെയ്താലും ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വണ്ടി കൊണ്ട് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നത് തന്നെയാണ്. അത് തന്നെയാണ് ഈ ഒരു എക്സ്പ്രസ് ടിയുടെ ഒരു കാര്യം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒരു ടാക്സി ഓപ്പറേറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ, നിങ്ങൾ ടാക്സി ഡ്രൈവർ ആണെങ്കിൽ, നിങ്ങൾ വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു എക്സ്പ്രസ് ടി ഒന്ന് ഓടിച്ചു നോക്കണം. ഓടിക്കാൻ രസമുള്ള, യാത്ര ചെയ്യാൻ സുഖമുള്ള, എഫേർട്ട്ലെസ് ആയിട്ട് ഓടിക്കാവുന്ന അത്യാവശ്യം നല്ല എക്കണോമിക്കലായിട്ടൊരു വണ്ടി എന്ന നിലയ്ക്കാണ് ഞാൻ ഈ വണ്ടി കാണുന്നത്. അതാണ് ഗുണം. ഒരു ദോഷമായിട്ട് പറയുന്നത് ബൂട്ട് സ്പേസ് ആണ്. അതിന് ആ ഒരു ടയർ എടുത്ത് കളഞ്ഞോളൂ. ഊരി കളഞ്ഞിട്ട് ഒരു പഞ്ചർ കിറ്റ് വാങ്ങിച്ചോളൂ. അത് പിന്നീട് നമുക്ക് യൂസ് ചെയ്യാം. എപ്പോഴെങ്കിലുമൊക്കെ ടയർ മാറേണ്ടി വരുമ്പോഴൊക്കെ അവർ സ്റ്റെപ്പിനെടുത്ത് ഇടാനുള്ളതാണ്. അപ്പോൾ അത്രേ ഉള്ളൂ. അതുപോലെ ഒരു വീഡിയോ ഉപയോഗപ്പെടുന്നതിന് കരുതാൻ അങ്ങനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുള്ളൂ. ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്കും ലൈക്ക് ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയറൊക്കെയാണ് നമ്മുടെ ഇന്ധനം, അറിയാലോ. അപ്പോൾ ടിഗോറിൻ്റെ സ്ട്രിപ്ഡ് വേർഷനായിട്ടുള്ള എക്സ്പ്രസ് ടി ഒരു മുതൽക്കൂട്ടാവുമെന്ന് തന്നെ കരുതാം അല്ലേ. അടുത്ത വീണ്ടും വരാം. അതുവരേക്കും നന്ദി,
നമസ്കാരം.